എന്നൊരു അന്യനായിട്ടാണ് കാണുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല സർ. ഞാൻ പറഞ്ഞു തീർന്നില്ല. മുൻപ് പാർവതി നഷ്ടപ്പെടുന്നതിന്റെ സങ്കടത്തില് ഞാൻ ചില തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ പാർവതിയുടെ മുന്നിലുള്ളത് ആ പഴയ കൈലാഷല്ല. കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. പാർവതിയും ദയവ് ചെയ്ത് എല്ലാം മറക്കണം. ഞാൻ പാർവതിയെ സഹായിക്കുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെന്ന് പാർവതി കരുതണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം പാർവതിയും പ്രിയനും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. സാറ് ഞങ്ങളുടെ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കറിയാം. എന്നിട്ടാണോ പാർവതി ഇതൊക്കെ എന്നെ അറിയിക്കാതിരുന്നത്? പോട്ടെ, രുദ്രൻ കാരണം പാർവതിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പാർവതിയുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹോളിൽ വെച്ച് തന്നെ ലക്ഷ്മിയുടെ കല്യാണം നമ്മൾ ഗ്രാൻഡായിട്ട് നടത്തും. അയ്യോ, അതൊന്നും വേണ്ട സർ. രുദ്രൻ ആ മണ്ഡപം തന്നെ തരാന്ന് സമ്മതിച്ചു. രുദ്രന്റെ മനസ്സെങ്ങനെ മാറിയത്? ഞാൻ രുദ്രന്റെ ഫോണിൽ വിളിച്ച് അപേക്ഷിച്ചു. ഞാൻ തോൽവി സമ്മതിച്ചപ്പോ അവന്റെ വാശി തീർന്നു. താൻ എന്തിനാ പാർവതി അവന്റെ മുന്നിൽ തോറ്റുകൊടുത്തത്? എനിക്ക് പണ്ടത്തെ വാശിയൊന്നും ഇല്ല സർ. സാറോ പ്രിയൻചേട്ടനോ എന്തേലും ചെയ്ത് ചേച്ചിയുടെ കല്യാണം മറ്റൊരു മണ്ഡപത്തിലേക്ക് മാറ്റിയാലും രുദ്രൻ പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടാക്കും. അവനോട് പക കാണിച്ച് എന്റെ ചേച്ചിയുടെ ഭാവി അപകടത്തിലാക്കാൻ ഞാൻ തയ്യാറല്ല. രുദ്രനെ പലപ്പോഴും എതിർത്തും അപമാനിച്ചും അവന്റെ മനസ്സിൽ പകയുണ്ടാക്കിയത് ഞാനാ. അതിന്റെ ഫലം എന്റെ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പൊ അവനോട് മാപ്പ് ചോദിച്ച ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കുക. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തെറ്റ് ചെയ്യുന്നവരെ മുഖം നോക്കാതെ എതിർക്കുന്നവളായിരുന്നു പാർവതി. ആ തന്റെ കുടുംബത്തെ ഇത്രയും ബുദ്ധിമുട്ടിച്ച രുദ്രന്റെ മുമ്പില് താൻ തോറ്റുകൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാർവതി ഒരുപാട് മാറിപ്പോയി. പാർവതി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ജീവിതം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു സർ. അതെല്ലാം ഉൾക്കൊണ്ടല്ലേ പറ്റൂ. ശരി, പാർവതിയുടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. ഇനി പാർവതിയുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കണ്ടേ? സാർ എന്തൊക്കെയാ പറയുന്നേ? പ്രിയന്റെ അമ്മ ഒരു ജോത്സ്യരെ കണ്ടിരുന്നു. 3 മാസത്തിനുള്ളില് നിങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ജന്മത്ത് പ്രിയനെ വരെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നാ അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ജ്യോതിഷത്തിലൊക്കെ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ശോഭ ആന്റിക്ക് അതിൽ വലിയ വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല കാര്യം തന്നെയാണെന്ന്. പ്രിയന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയണമെന്നല്ലേ പാർവതി ആഗ്രഹിക്കുന്നത്? അത് കുറച്ച് നേരത്തെ ആകേണ്ടി വരുന്നു എന്നല്ലേ ഉള്ളൂ. ഇല്ല സർ, അതൊന്നും ശരിയാവില്ല. ഞാനിപ്പോ എന്റെ ചേച്ചിയുടെ കല്യാണത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ലക്ഷ്മിയുടെ കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടത്തി തരുമെന്ന് ഞാനും കൈലാഷ് സാറും നിനക്ക് ഉറപ്പ് തന്നല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്ക് ഒരു പേടിയുമില്ല. ഈ ഓട്ടത്തിനിടയില് എനിക്ക് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാൻ സമയമില്ലെന്നേ പറഞ്ഞുള്ളൂ. ശരി, ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം നിന്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം അവതരിപ്പിക്കുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? പാർവതി എന്താ ഒന്നും പറയാത്ത? പ്രിയം പറഞ്ഞത് ന്യായമായൊരു കാര്യമല്ലേ? പാർവതിയുടെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പാർവതിയുടെ പേടിയെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പാർവതിയുടെ അച്ഛനെ അമ്മയെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണക്കാര്യം പറയണമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഭൂമിക മേഡം എന്നെ തടഞ്ഞു. ഇനിയാണെങ്കിലും ഞാൻ അതിന് തയ്യാറാണ്. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് കുറച്ച് മനസമാധാനം വേണം.
എന്നൊന്ന് വെറുതെ വിട്. പാറു, പ്രിയ, പാർവതി എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർ, ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച് അവള് നല്ല ടെൻഷനില്ല. സാറ് ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമെന്ന് ഞാൻ കരുതിയത്. ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അവള് കൂടുതൽ ടെൻഷനായി കാണും. പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പോലും പേടിച്ചു. പിന്നെ അവളുടെ കാര്യം പറയണോ സർ? പ്രിയം പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ?